ഒരു ആനയ്ക്ക് പിന്നാലെ വനംവകുപ്പിന്റെ ദൗത്യം അത് ഒരാഴ്ച പിന്നിടുകയാണ്. ബേലൂർ മഖ്നെ എന്ന ആന, ഒരാളുടെ ജീവനെടുത്ത കൊലയാളി ആനയെ പിടികൂടുന്നതിനുള്ള ദൗത്യം ഇന്നും തുടരുകയാണ്. കമല, ദൗത്യം ഇപ്പോൾ എവിടെ വരെ എത്തി? കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദുഷ്കരമായി കാട്ടിൽ തിരയുകയായിരുന്നു. അവർ നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് നേരത്തെ കമൽ പറഞ്ഞത്. ഈ ബേലൂർ മഖ്നെ എന്ന ആന ഇരുമ്പുപാലം കോളനിക്കടുത്ത് എത്തി എന്ന് രാവിലെ സിഗ്നൽ ലഭിച്ചുവെന്നും കമൽ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. ഏതെങ്കിലും തരത്തിൽ ഇന്ന് അതിനെ തളയ്ക്കാം എന്നൊരു ആത്മവിശ്വാസമുണ്ടോ? രതീഷ്, ഓരോ ദിവസവും അവർ ആ പ്രതീക്ഷയോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് തിരുനെല്ലി റോഡിന്റെ ഭാഗത്താണ്. കാട്ടിക്കുളത്ത് നിന്ന് തിരുനെല്ലിയിലേക്ക് പോകുന്ന, തോൽപ്പെട്ടി കുടകിലേക്കൊക്കെ പോകുന്ന അന്തർ സംസ്ഥാന പാതയാണ്. ഈ റോഡിന്റെ മറുവശത്താണ് 2 ദിവസമായി ആനയുണ്ടായിരുന്നത്. ഇന്നലെ ആനയ്ക്ക് തൊട്ടടുത്ത് ദൗത്യസംഘം എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഈ റോഡ് മുറിച്ച് കടന്ന് വീണ്ടും ഈ ഇരുമ്പുപാലം കോളനിക്ക് അടുത്തെത്തി. ഇപ്പോൾ അത് ബാവലി ഭാഗത്തേക്ക്, 2-3 ദിവസം മുമ്പൊക്കെ ആന ഉണ്ടായിരുന്ന ബാവലി ഭാഗത്തേക്കാണ് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ദൗത്യസംഘം എല്ലാ ഭാഗത്തു നിന്നും വനപാലകർ വനത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഓരോ ദിവസവും അവർ പ്രതീക്ഷയിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 5 മണി 5:30 മണി സമയത്തൊക്കെ ഏതാണ്ട് മയക്കുവെടി വെക്കും എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത്രയും അടുത്ത് വരെ എത്തിയിരുന്നു. പക്ഷേ ആന വളരെ വേഗത്തിൽ നീങ്ങിപ്പോവുകയും ഇരുട്ട് വീഴുകയും ചെയ്തു. ഇന്നെന്തായാലും പുലർച്ചെ മുതൽ തന്നെ ട്രാക്കിംഗ് ടീമൊക്കെ വനത്തിലുണ്ട്. നേരത്തെ ആന ഉണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയാണ്. നേരത്തെ ദൗത്യസംഘം അവിടെയൊക്കെ ശ്രമം നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പരിചിതമായ ഒരു ടെറൈൻ എന്ന് വേണമെങ്കിൽ പറയാം. അടിക്കാടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്നെങ്കിലും ആ ശ്രമം വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ OR കേളു MLA ഉന്നത ഉദ്യോഗസ്ഥരുമായി ഈ തോൽപ്പെട്ടിയിൽ വെച്ച് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. അദ്ദേഹവും ആവശ്യപ്പെട്ടത് എങ്ങനെയെങ്കിലും ഇന്നെങ്കിലും ഈ ദൗത്യം പൂർത്തിയാക്കണമെന്നാണ്. അതിനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ ദൗത്യസംഘം നടത്തുന്നത്.